എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് പെട്ടെന്നൊരു പായസം തയ്യാറാക്കിയാലോ? ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മീഡിയം സൈസിലുള്ള 3 ഏത്തപ്പഴം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ വട്ടത്തിൽ നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കനക്ക മുറിക്കേണ്ട കേട്ടോ. ഇതേ കനത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് വറക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം കിസ്മിസ് ഇട്ട് കൊടുത്ത് വറക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. 1-1.5 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഏത്തപ്പഴത്തിൻ്റെ കളറുണ്ടല്ലോ ഒന്ന് മാറി വന്നാൽ മതി. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചുണ്ടല്ലോ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അവസാനം നമ്മൾ ഈ പായസം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. 3/4 കപ്പ് ശർക്കര എടുത്തിട്ട് അതിലോട്ടൊരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്താണ് കേട്ടോ. ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതാണിത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ചവ്വരിയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് കുതിർത്തിട്ട് വേവിച്ചെടുത്താണിത് കേട്ടോ. കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ച് അരിച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ കട്ടിയും കിട്ടും. ചവ്വരി ചേർത്ത് കൊടുത്തൊരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് തിളപ്പിച്ചപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത് കേട്ടോ. പിന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വീറ്റാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തണുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് കുറച്ചുകൂടി കട്ടിയാകും. ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണിത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിക്കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണിതിന്. ഇപ്പോൾ ഇതാ നോക്കി, ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.